ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി CITU. മലപ്പുറത്തെ മാഫിയ എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് വിമർശനവുമായി CITU രംഗത്ത് വന്നത്. മന്ത്രിയുടേത് അധിക്ഷേപ പരാമർശമാണെന്നും പരാമർശം പിൻവലിച്ചും മാപ്പ് പറയണമെന്നും CITU ആവശ്യപ്പെടുന്നുണ്ട്. മലപ്പുറത്ത് ഒരു മാഫിയയുണ്ട്. അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അത് വിലപ്പോകില്ല എന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പരാമർശം. എന്നാൽ ഈ പരാമർശത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായാണ് മലപ്പുറത്തെ CITU രംഗത്ത് വന്നത്. മലപ്പുറത്തുകാർ ഗുണ്ടാ സംഘങ്ങളാണ് മന്ത്രി. ആ പരാമർശത്തിന് മന്ത്രി തീർച്ചയായും മാപ്പ് പറഞ്ഞേ പറ്റൂ. അത് ഞങ്ങൾ ഒരിക്കലും ഗുണ്ടാ സംഘങ്ങളല്ല, മാഫിയ സംഘങ്ങളല്ല. ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ, മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ലൈസൻസ് കിട്ടണമെങ്കിൽ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഞങ്ങൾ ഒരു കേസിലും ഇൻവോൾവ്ഡ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫിനും ആ പോലീസ് തരുന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഹാജരാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് തരുള്ളൂ. പോലീസിൽ ഒരു കേസ് പോലും ഇല്ലാത്ത ഈ ഞങ്ങളെ മാഫിയകളാണ്, ഗുണ്ടകളാണെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് ആ പ്രസ്താവന മന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ മൂപ്പര് നമ്മളെ കുറേ അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് നമ്മളൊക്കെ 69 മുതൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. എത്രയോ MBAമാർ, എത്രയോ RTOമാർ, എത്രയോ ജോയിൻ്റ് RTOമാർ ഇവിടെ നിന്നൊക്കെ പിരിഞ്ഞ് റിട്ടയർഡായിപ്പോയി. ഇതൊക്കെ അയാളെ നാട്ടിലുണ്ട്. മലപ്പുറത്ത് ഗുണ്ടകളാണെന്നുള്ള അവരോട് ചോദിക്കട്ടെ. ഗുണ്ടകളാണോ, മാഫിയക്കാരാണോ, ഇവിടെ മാഫിയ നടത്തുകയാണോ? ഇതൊക്കെ ഒന്ന് മൂപ്പർക്ക് അന്വേഷിച്ചാൽ തന്നെ അറിയാം. പിന്നെ എത്രങ്ങാനും ലൈസൻസോ മൂപ്പർ വന്നതിൻ്റെ ശേഷം ഇവിടെ പെൻഡിങ് 21,000 ഇവിടെ മറ്റേ എറണാകുളം താലൂക്കിലുണ്ട് അപേക്ഷ കിടക്കണം. 3 ലക്ഷത്തിൽ ചെല്ലാൻ ലൈസൻസ് കൊടുക്കാനുണ്ട്. ഈ ലൈസൻസൊക്കെ എവിടെ? അതിനെപ്പറ്റി ഒരു തീരുമാനമില്ലാതെ ഈ വാണ്ടില്ലാത്തതിന് മൂപ്പർ മെനക്കെട്ടിട്ട് എന്ത് കാര്യങ്ങൾ? എന്തിനാ ഈ ശാപം വലിച്ചേറ്റിട്ടുണ്ട്? ഈ കുട്ടികളൊന്നും വെറുതെ കായ് എടുത്തല്ലോ. പാവപ്പെട്ട അരക്കായ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാർ വരെ ഫീസ് കെട്ടിക്കാണ്ടാണ് കൊണ്ടുവരുന്നത്. ഓരോരുത്തർ അമ്മാൻ്റെ വാപ്പാൻ്റെ ഒക്കെ മറ്റേ അരിയുന്ന ഊരിയും ഉമ്മാൻ്റെ അരിയുന്ന ഊരിയും ഒക്കെ ഊരിയെടുത്തുകൊണ്ടൊക്കെയാണ് ഓരോരുത്തർ പൈസ ആയിട്ട് വരുന്നത്. RTO ഓഫീസിലെ അഴിമതിക്ക് ഉത്തരവാദികൾ മന്ത്രിക്ക് കീഴിലെ ഉദ്യോഗസ്ഥരാണ്. സംസ്ഥാനത്തുടനീളം പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരത്തും സമരമുണ്ട്. അതൊന്നും മാഫിയ അല്ലേ എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാനാണ് തീരുമാനമെന്നും ഇവർ ജനം TVയോട് പ്രതികരിച്ചു. ജനം, മലപ്പുറം.